ശ്രീ പരമാത്മനേ നമ. ശ്രീമദ് ഭഗവത്ഗീത ശ്ലോകം 18. ഗീതാർത്ഥശ്രവണാസക്തോ മഹാപാപായുധോഭിവ വൈകുണ്ഠം സമവാപ്നോതി വിഷ്ണുനാ സഹ മോദതേ. മഹാപാപിയാണെങ്കിൽ കൂടിയും ശ്രീ ഗീതാർത്ഥ ശ്രവണത്തിൽ, ശ്രീ ഭഗവത്ഗീതാർത്ഥ ശ്രവണത്തിൽ താല്പര്യമുള്ളയാൾ വൈകുണ്ഠലോകത്തെ പ്രാപിച്ച് വിഷ്ണുവിനോടൊപ്പം സുഖമായി അവിടെ ജീവിക്കുന്നു. ശ്ലോകം 19. ഗീതാർത്ഥം ധ്യായതേ നിത്യം കൃത്വാ കർമാണി ഭൂരിഷ ജീവമുക്ത്വാ സവിജ്ഞേയ ദേഹാന്തേ പരമം പദം. ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഗീതാർത്ഥം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നയാൾ ജീവൻ മുക്തനാണെന്ന് അറിയണം. അതേപോലെ ദേഹാവസാനത്തിൽ അയാൾ ആ പരമപദത്തെ, ശ്രീഹരിയുടെ പരമപാദത്തെ തന്നെ പ്രാപിക്കുന്നു. ശ്ലോകം 20. ഗീതാമാശ്രിത്യ ബഹവോ ബുഭുജോ ജനഗാദയാ നിർധൂത കൽമഷാലോകേ ഗീതായാത പരം പദം. ജനകാദികളായ ഒട്ടേറെ രാജാക്കന്മാർ ഗീതയെ ആശ്രയിച്ചുകൊണ്ട് കൽമഷമെല്ലാം കഴുകിക്കളഞ്ഞ് പരമമായ പദത്തെ പ്രാപിച്ചതായി വാഴ്ത്തപ്പെടുന്നു. ശ്ലോകം 21. ഗീതായാ പഠനം കൃത്വാ മാഹാത്മ്യം നൈവയ പഠേത് വൃഥാ പാഠോ ഭവേത് തസ്യ ശ്രമയേവാ ഹ്യുദാഹൃതാം. ഗീത വായിച്ചിട്ട് അതിൻ്റെ മഹാത്മ്യം പഠിക്കാത്തയാളുടെ ഗീതാപാഠം വ്യർത്ഥമായി തീരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അത് വെറും ശ്രമമായി മാത്രം അവശേഷിക്കുന്നു. ശ്ലോകം 22. ഏതൻ മഹാത്മ്യ സംയുക്തം ഗീതാഭ്യാസം കരോതിയാ സതത്ഫലമാപ്നോതി ദുർലഭം ഗതിമാപ്നുയാത്. മഹാത്മ്യത്തോടുകൂടിയുള്ള ഗീതാപാഠം തുടരുന്നയാൾക്ക് ഗീതാപഠനത്തിൻ്റെ ഫലം ലഭിക്കുന്നു. മാത്രമല്ല ദുർലഭമായ ആ പരമഗതിയും അയാൾക്ക് ലഭിക്കുന്നു. സൂത ഉവാച. ശ്ലോകം 23. മാഹാത്മ്യാമേതദ് ഗീതായാം മയാ പ്രോക്തം സനാതനം ഗീതാന്തേ ച പഠേദ്യസ്തു യദുക്തം തത്ഫലം ലഭേത്. സൂതൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ ഗീതാ മഹാത്മ്യം സനാതനമാണ്. ഗീതയുടെ ആ പഠനാന്തത്തിൽ മഹാത്മ്യം വായിക്കുന്നയാൾക്ക് മുൻപ് പറഞ്ഞ എല്ലാ ഫലവും ലഭിക്കുന്നു.